എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ 2026 വർഷത്തെ കൂറുഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം അടങ്ങുന്ന മേടക്കൂറിലെ ഫലങ്ങളാണ്. മേടക്കൂറുകാർക്ക് ഈ വർഷം ജൂൺ 1 ശേഷം 4 വ്യാഴവും, വ്യാഴത്തിന്റെ മാറ്റമാണ് പ്രധാനം, 11 രാഹു, 12 ശനി, ഇങ്ങനെയാണ്. ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ ഉച്ചരാശിയിലേക്ക് വരുന്ന കാലമായതുകൊണ്ട് മേടക്കൂറുകാർക്ക് പ്രായേണ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും പുതിയ സംരംഭങ്ങളിലേക്ക് ഏർപ്പെടുന്നവർക്ക് താൽക്കാലികമായ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ വർഷാവസാനത്തോടുകൂടി ആ സംരംഭങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. സംരംഭങ്ങൾ എന്നാൽ ഗൃഹനിർമ്മാണം, പുതിയ ബിസിനസ് സംരംഭങ്ങൾ, പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ, പുതിയ മേഖലകൾ, തൊഴിൽ മേഖലകൾ, ഇതിലേക്കൊക്കെ ഇവർക്ക് പ്രവേശനം ഉണ്ടാകുന്നതും. എന്നാൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കുറച്ച് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത് പോലെ അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. നല്ല വ്യാഴം പൊതുവെ യാത്രകൾ ചെയ്യും. വിദേശവുമായി ബന്ധപ്പെട്ട വ്യാപാരങ്ങൾ, മറ്റ് ബന്ധങ്ങൾ എല്ലാം തന്നെ വളരെ അനുകൂലമായി വരാവുന്ന ഒരു കാലമാണ് 2026. എന്നാൽ ഗൃഹാന്തർഭാഗത്ത് ഗൃഹത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാവുക, ആരോഗ്യപരമായി രക്തസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിത്തീരുക, പാദം അല്ലെങ്കിൽ കാൽമുട്ടുകൾ എന്നിവയിൽ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ രോഗങ്ങൾ ഉണ്ടായിത്തീരുക, ഇതിനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് സുബ്രഹ്മണ്യ ഭജനവും തങ്ങളുടെ തന്നെ ധർമ്മദൈവ ഭജനവും ചെയ്യുകയും മറ്റുള്ളവർ മലമുകളിലുള്ള ആരാധനാ സങ്കേതങ്ങളിൽ ആരാധന നടത്തുകയും ചെയ്താൽ ഈ വർഷം പൊതുവെ ഗുണകരമായി മാറുകയും വിവാഹം മുതലായത് അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ വിവാഹം നടക്കുകയും പുതിയ കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നതായി കാണുന്നു.